ഓം ശാന്തി. ദേഹസഹിതം സർവ്വതും മറന്നു ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണുകയാണ്. ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ജ്യോതി സ്വരൂപ ആത്മാവാണ്. ഈ ശരീരത്തെ നടത്തിക്കുന്ന ഞാൻ ചൈതന്യ ശക്തി ആത്മാവാണ്. ഈ ശരീരം വേറെയാണ്, ഞാൻ ആത്മാവും വേറെയാണ്. ഞാൻ ആത്മാ ഈ ശരീരത്തിൻ്റെ മാലിക്കാണ്. ഈ ശരീരം സ്ഥൂലമാണ്. ഞാൻ ആത്മാ സത്യമാണ്, ചൈതന്യമാണ്. ഈ ശരീരം സത്യമല്ല, ചൈതന്യവുമല്ല. ഇത് വിനാശിയാണ്. ഞാൻ ആത്മാ അവിനാശിയാണ്, ചൈതന്യമാണ്. ഞാൻ ഈ ശരീരത്തിലിരിക്കുന്നു, ചൈതന്യ പ്രകാശമാണ്. ശരീരബോധത്തിൽ നിന്നും തീർത്തും മുക്തമായി ഞാൻ അശരീരിയാകുന്നു. ഞാൻ ആത്മാ ഈ ശരീരത്തിൻ്റെ ആകർഷണത്തിൽ നിന്നും സമ്പൂർണമായും മുക്തമാണ്. ഈ സ്ഥൂല ശരീരം വേറെയാണ്, ഞാൻ ചൈതന്യ ആത്മാവും ഭിന്നമാണ്. ഞാൻ ശക്തിശാലി ആത്മാവാണ്. ഈ ശരീരത്തിൽ ആത്മാവായ ഞാൻ അതിഥിയാണ്. ഈ ശരീരത്തിൽ ഞാൻ മഹാൻ കാര്യം ചെയ്യുന്നതിനായി അവതരിച്ചിരിക്കുന്നു. ഞാൻ നഷ്ടോമോഹയാകുന്നു, മോഹജീതാകുന്നു. ഞാൻ ആത്മാ ഇപ്പോൾ ഭാരരഹിതമാകുന്നു. ഒരു ബന്ധനവും എന്നെ ആകർഷിക്കുന്നില്ല. ഞാൻ ശരീരബന്ധനത്തിൽ നിന്നും മുക്തമാണ്. എനിക്ക് അശരീരിയായി എൻ്റെ സ്വീറ്റ് ഹോമിലേക്ക് പോകണം. ഞാൻ ആത്മാ ഈ ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ദൂരെ എൻ്റെ സ്വീറ്റ് ഹോമിൽ പരമധാമത്തിലെത്തുന്നു. നാലു ഭാഗത്തും വ്യാപിച്ചിരിക്കുന്ന അന്തമില്ലാത്ത ബ്രഹ്മാണ്ടത്തിൽ
ഞാൻ പ്രവേശിക്കുന്നു. ബ്രഹ്മാണ്ടത്തിൻ്റെ മാലിക്കായ ശിവബാബയുടെ സമീപത്തിരിക്കുന്നു. ഞാൻ ബാബയുടെ കൂടെ ഇരിക്കുന്നു. ബാബ സത്യമാണ്, ചൈതന്യമാണ്, ജ്ഞാനസാഗരമാണ്. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. എനിക്ക് പരിധിയില്ലാത്ത ബാബയോട് പരിധിയില്ലാത്ത സ്നേഹമുണ്ട്. ബസ് ഞാനും ബാബയും, മൂന്നാമതാരുമില്ല. ഈ ബേഹദ് ബാബയുടെ കൂടെ ബേഹദ് സ്ഥിതിയിൽ ഞാൻ മൂലവതനത്തിൽ ഏതാനും സമയം ചിലവഴിക്കുകയാണ്. ഞാൻ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുന്നു. ഞാൻ ഏകരസസ്ഥിതിയിലിരുന്ന് ബാബയെ ഓർമ്മിക്കുകയാണ്. ഏകരസമല്ലെങ്കിൽ സ്നേഹം ലഭിക്കില്ല. ശരീരം ആത്മാവിന് പ്രിയപ്പെട്ട വസ്തുവാണ്. ഇത് തമോ പ്രധാനമായ മോശമായ ശരീരമാണെന്ന് ബാബ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പഴയ ശരീരത്തോടുള്ള മമത്വം ഉപേക്ഷിച്ച് ഞാൻ പുതിയ ശരീരമെടുക്കുന്നു. ശരീരബോധമില്ലാതാകുന്നു. പരിധിയില്ലാത്ത ബാബ വന്ന് കഴിഞ്ഞ കൽപ്പത്തെ പോലെ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. ഞാൻ മഹാരഥി യോദ്ധാവാണെങ്കിലും കൈകളിൽ ആയുധങ്ങളൊന്നും തന്നെയില്ല. ബാബ എന്നിൽ ജ്ഞാനത്തിൻ്റെ അസ്ത്രശസ്ത്രങ്ങൾ നൽകുന്നു. ഇതിൽ ഹിംസയുടെ കാര്യമേ ഇല്ല. ബാബയോട് സ്നേഹമുണ്ടെങ്കിൽ ഓർമ്മയും അവർക്കാണുണ്ടാവുക. ഏകരസമായിട്ട് ആർക്കും ഓർമ്മിക്കാൻ സാധിക്കില്ല. സ്നേഹമുള്ള വസ്തുവിനെ വളരെയധികം ഓർമ്മിക്കാറുണ്ട്. ചെറിയ കുട്ടികൾ പൂക്കളാണ്. ചെറിയ കുട്ടികളോടുള്ളതുപോലെ എനിക്കും തോന്നാറുണ്ട്. ശിവബാബയുടെ അടുക്കൽ പോകണം. ബാബയുടെ അടുത്തിരിക്കണം. പരിധിയില്ലാത്ത ബാബ വളരെ സ്നേഹിയാണ്. എല്ലാ ശുഭമായ
മനോകാമനകളും പൂർത്തീകരിച്ചു തരുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ ഓൾറൗണ്ടറാണ്. പാർട്ട് അഭിനയിച്ച് വളരെയധികം ജന്മങ്ങളെടുത്ത് ഞാൻ അന്തിമത്തിൽ എത്തിച്ചേർന്നു. പിന്നീട് ആരംഭത്തിൽ പാർട്ട് അഭിനയിക്കാൻ വരും. പാർട്ട് പൂർത്തിയായാൽ ഞാൻ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകും. എല്ലാവരും ശാന്തിധാമത്തിൽ നിന്നാണ് വന്നത്. ബ്രഹ്മലോകം, ബ്രഹ്മാണ്ഡം എൻ്റെ വീടാണ്. ഞാൻ ബാബയിൽ അർപ്പണമായി ബാബയുടെ അവകാശിയാണ്. ബാബയിൽ നിന്ന് സമ്പാദ്യമെടുത്ത് ഞാൻ സുരക്ഷിതമായിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായി മാറും. നിങ്ങൾ വളരെ ഉയർന്ന വീടുകളിൽ പോയി ജന്മമെടുക്കും. ഞാൻ പൂർണ്ണമായും പൂക്കളാകുന്നു. മുള്ളുകൾ പൂക്കളായവരുടെ മുന്നിൽ ശിരസ്സ് കുനിക്കുന്നു. എനിക്കറിയാം, എൻ്റെ മാല തയ്യാറാവുകയാണ്. ഇവിടെ ഒരാളെയാണ് ഓർമ്മിക്കേണ്ടത്. ഭക്തിമാർഗത്തിൽ ദേഹാഭിമാനം കാരണം എല്ലാവരെയും ഓർമ്മിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരു ബാബയെ ഓർമ്മിക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മുഴുവൻ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നു. ബാബയുടെ ഓർമ്മയിലിരിക്കുമ്പോൾ ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. എൻ്റെ പുരുഷാർത്ഥം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മയുടെ യാത്രയാണ് മുഖ്യം. ഈ ശരീരം ഉപേക്ഷിച്ച് ഞാൻ അശരീരിയാക്കുന്നു. എന്നാൽ സർവരും എങ്ങനെയും ഈ ശരീരം ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ ശ്രമിക്കുന്നു. ആത്മാവിന് ഈ ശരീരത്തോട് വളരെ വളരെ സ്നേഹമാണുള്ളത്. ബാബ പറയുന്നു, ഇത് പഴയ ശരീരമാണ്. ശരീരവും നിങ്ങളും തമോ പ്രധാനമാണ്. അതുകൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു, പാവനമാക്കുന്നു. ശരീരവും പാവനമായത് ലഭിക്കും. 5 തത്വങ്ങളും പാവനമായി മാറും. ബാബ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു. പിന്നെ പറയുന്നു, മന്മനാഭവ. ഞാൻ എത്രത്തോളം ബാബയിൽ നിന്നും ശേഖരിക്കുന്നുവോ അത്രത്തോളം സുരക്ഷിതരാക്കുന്നു.
മുള്ളിൽ നിന്നും ഇപ്പോൾ പൂക്കളായി മാറണം. ഏകരസമാകുന്ന ഓർമ്മയിലൂടെയും സേവനത്തിലൂടെയും ബാബയുടെ സ്നേഹത്തിൻ്റെ അധികാരിയായി മാറുന്നു. ദിനം പ്രതിദിനം ഓർമ്മയുടെ ചുവട് മുന്നേറിക്കൊണ്ടിരിക്കണം. ഞാൻ ബാബ നൽകിയ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. എൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ വിധിയിൽ സ്വയം തന്നെ പുരോഗതിയുടെ അനുഭവം ചെയ്യുന്ന സഫലതയുടെ നക്ഷത്രമായി ഭവിക്കൂ. ഞാൻ സ്വയത്തെ പ്രതി സഫലത അധികാരത്തിൻ്റെ രൂപത്തിൽ അനുഭവം ചെയ്യുന്നു. സഹജമായും സ്വതവേയും സഫലത ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സുഖസ്വരൂപരായി സുഖം നൽകൂ, എന്നാൽ പുരുഷാർത്ഥത്തിൽ ആശീർവാദങ്ങൾ ശേഖരിക്കപ്പെടുന്നു. ഓ ശാന്തി.